അല്ലല്ല, ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശകാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എൻ്റെ രീതി, നിങ്ങൾക്കറിയാം. ഇത് ഞാൻ ആദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ഞെട്ടിയിട്ടത് കണ്ടത്. ഇത് സർക്കാരിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആയിട്ടല്ല ഞാൻ കണ്ടത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഈ സ്റ്റാർട്ടപ്സിന്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കാര്യമാണ്. പക്ഷെ ആർട്ടിക്കിളിന്റെ അവസാനം ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. കുറേ വർഷങ്ങളാണ് നിങ്ങൾ ഒരു പക്ഷേ എന്റെ പ്രഭാഷണം ഓർമ്മയുണ്ടാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ നേതൃത്വം നടത്തുമ്പോൾ ഞാൻ പ്രസംഗിച്ച് പറഞ്ഞത് നമ്മൾ കേരളത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്, സ്റ്റാർട്ടപ്സ് അത്യാവശ്യമാണ്, ഓൺട്രപ്രനർഷിപ്പ് അത്യാവശ്യമാണ്. ഇതെല്ലാം ഈ LDF സർക്കാരിന് ചെയ്യാൻ കഴിവില്ല എന്നാണ് ഞാൻ ആ കാലത്ത് വിചാരിച്ചത്. അതുമാത്രമല്ല, നമ്മൾക്ക് 2 വർഷം മുമ്പ് വരെ കേരളം ഇന്ത്യയുടെ 29 സംസ്ഥാനത്തിൽ 28ാമത്തെ സ്ഥാനം ഒരു വർഷവും, അതിന് മുമ്പിൽ 28 സംസ്ഥാന റാങ്കിംഗ് ഉണ്ടായിരിക്കുമ്പോൾ 26ാമത്തെ സ്ഥാനവുമായിരുന്നു കേരളം. അപ്പൊ അതിന്ന് പോയി ചാടിയിട്ട് 1ാം സ്ഥാനം എത്തുന്നത് അതിനെ നമ്മൾ കണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എന്റെ വിശ്വാസം. നമ്മൾ അഥവാ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സീരിയസ് ആണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങൾ കാണണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കേരളക്കാര് രാഷ്ട്രീയം കൂടുതൽ കണ്ടിട്ടുണ്ട്, വികസനം കണ്ടത് പോരാ. വികസനം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലെല്ലാറ്റിലും ഒരേ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞ കുറെ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് ഈ 1.5 വർഷം 18 മാസത്തിന്റെ കഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ 18 മാസത്തിൽ സർക്കാർ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തപ്പ് കൂട്ടിയിട്ട് പറയുന്നു ഇതുപോലെ പോകണം. പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലവർ പറയുന്നു ഇതൊക്കെ ഇവർ ഭരിക്കുമ്പോൾ ചെയ്യാൻ തയ്യാറായിരിക്കും, നാളെ ഇലക്ഷൻ തോറ്റാൽ, അടുത്ത വർഷം ഇലക്ഷൻ തോറ്റാൽ ഈ ഒരേ സർക്കാർ വന്നിട്ട് ഇതിനൊക്കെ തടസ്സപ്പെട്ടിട്ട് ചുവന്ന കൊടി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ചെയ്യരുത്. ഞാൻ അതുകൊണ്ടാണ് എന്റെ എഴുത്തിലത്തെ അവസാനത്തെ പാരഗ്രാഫ് എന്തായിരുന്നു, എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ഒരേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് ആര് ഭരിക്കുകയാണെങ്കിലും നമ്മൾക്ക് കേരളത്തിന് ഇതാണ് ആവശ്യം. ഓൺട്രപ്രനർഷിപ്പ് അത്യാവശ്യമാണ്, ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്, വികസനം അത്യാവശ്യമാണ്. ഇത് ഞാൻ കുറെ വർഷങ്ങളായി പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ഒരു മാറ്റവുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും ഇന്ന് ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും കേരളത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു കോട്ട് വെച്ചത് രാജീവിന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വരെ പ്രസംഗിച്ച ഒരു ഫിഗറാണ്. അമേരിക്കയിൽ സിംഗപ്പൂരിൽ ഒരു പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ 3 ദിവസമേ ആവശ്യമുള്ളൂ. ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ആവറേജ് 114 ദിവസമാണ്, കേരളത്തിൽ സ്ഥാപിക്കാൻ 236 ദിവസമാണ്. ഇത് പറഞ്ഞ് എന്റെ തലയിൽ കയറിക്കഴിഞ്ഞൊരു കണക്കായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാനൊരു പ്രഭാഷണം കേട്ടു രാജീവിന്റെ, ഇന്ന് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ 2 മിനിറ്റ് മതി. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, സംസാരിച്ച് കണ്ടുപിടിച്ചതാണ് ചില സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വഴിക്ക് എല്ലാ പെർമിഷൻസും എല്ലാ ലൈസൻസും ഒരു ദിവസത്തിൽ കൊടുക്കുന്ന, ഒരു 1-2 ദിവസത്തിൽ കൊടുക്കുന്ന സാഹചര്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഹൈപ്പർബലി അല്ലെങ്കിൽ ഇത് എക്സാജറേഷൻ അല്ലെങ്കിൽ ഇതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് എഴുതി. അപ്പൊ ഞാൻ എല്ലാ അടിസ്ഥാനത്തിലും എല്ലാ ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലും ഡോക്യുമെന്റ് സൈറ്റ് ചെയ്തിട്ടും ഡേറ്റ്സും ഫിഗേഴ്സും വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരേ സമയം ഞാൻ പറഞ്ഞു ഇതിൽ എല്ലാ പാർട്ടികളും ഒരേ അഭിപ്രായത്തോടെ നിൽക്കണം. അതിന്റെ അർത്ഥം ഇതേപോലെ നമ്മൾ അടുത്ത വർഷം ഭരണത്തിൽ വന്നാൽ നമ്മൾക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഇപ്പൊ ഭരിക്കുന്നവര് നമ്മളെ എതിരിക്കരുത് രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്ന് പറയാം. പ്രതിപക്ഷ നേതാവ് പക്ഷെ പറയുന്നത് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം. ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാം. എല്ലാറ്റിന്റെയും ആ റിപ്പോർട്ട്സായി അഥവാ ആ റിപ്പോർട്ടിൽ വല്ല കുറ്റമുണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കണം. ഞാൻ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനത്തിന്റെയും ഒരു റിപ്പോർട്ടാണ്. അത് ഞാനോ ഒരു ഇന്ത്യൻ സ്ഥാപനമല്ല ഇറക്കിയിരിക്കുന്നത്. അത് ഇന്റർനെറ്റിൽ നിങ്ങൾ കേട്ടിട്ട് നോക്കിക്കോളൂ, ഗൂഗിളിൽ എവിടെ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പരിഹസിച്ചത് 2 മിനിറ്റ് അല്ല 1 മിനിറ്റ് മതി സ്ഥാപനം പൂട്ടിപ്പോകാനെന്നാണ്. അതൊക്കെ വേറെ കാര്യം. 2 മിനിറ്റ് എനിക്ക് തോന്നി ഇത് കുറച്ചൊരു എക്സാജറേഷൻ ആണ്. പക്ഷെ അതിന്റെ ഉദ്ദേശമാണ് നമ്മൾക്ക് സ്വീകരിക്കേണ്ടത്. എൻ്റെ അർത്ഥം 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി ഒരേ സർക്കാർ ഓരോരോ തടസ്സങ്ങൾ മുമ്പ് കൊണ്ടുവന്നിട്ടാണ് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനെ ഞാൻ സ്വീകരിച്ചു. പൊളിറ്റിക്കൽ
അതിനെ പ്രോത്സാഹിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. പ്രതിപക്ഷമൊക്കെ പറഞ്ഞത് ഇന്നും പറഞ്ഞത് സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ല എന്നാണ്. കേരളത്തിന് നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റാങ്ക് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ നല്ലോണം പുറകെയായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കണം. അതിന് വലിയ കാരണമുണ്ടാവണ്ടേ? ഇതും നമ്മുടെ CPM സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ, ഇതൊരു നാഷണൽ റാങ്കിങ് ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാവം നടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ലപോലെ ആത്മാർത്ഥയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള പൂർണ്ണ അവകാശമാണ്. പൊളിറ്റിക്കൽ നോട്ട്, പക്ഷേ ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഒരു തിരിച്ചടിയാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇല്ല, ആവശ്യമില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് ഇഷ്യൂസ്. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാഷ്ട്രീയം നമ്മൾക്ക് കുറേ ഉണ്ട്. ഈ സംസ്ഥാനം എല്ലാറ്റിലും രാഷ്ട്രീയമുണ്ട്. നമ്മൾ ജനങ്ങൾ നല്ലോണം രാഷ്ട്രീയം കണ്ടു കഴിഞ്ഞു. വികസനം കണ്ടിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് കേരളത്തിന്റെ സ്ഥിതി വല്ലാത്ത മോശമായിരുന്നു. ഇപ്പോ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആര് തയ്യാറായാലും നമ്മൾ അതിനെ സ്വീകരിക്കണം. അതിന്റെ അർത്ഥമല്ല അവരുടെ രാഷ്ട്രീയമോ അവരുടെ ഐഡിയോളജിയോ നമ്മൾ സ്വീകരിക്കണമെന്ന്. അവരൊരു നല്ല കാര്യം ചെയ്തു, അതേപോലെ അവർ പല കുറ്റങ്ങളും ചെയ്യുന്നുണ്ട്, തെറ്റുകാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിനെയും ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ നിൽക്കണം. പക്ഷെ ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചില വിഷയത്തിനെക്കുറിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനെക്കുറിച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയം അതീതമായി കാണണം. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളുടെ മുഖം ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടത്. നമ്മൾ പറയാൻ പോവാണ്, ഞങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ വർഷങ്ങളായി ആവശ്യപ്പെട്ടത്, ഞങ്ങളാണ് ഇതിനെ നല്ലോണം നയിക്കാൻ സാധിക്കുന്നത്, ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കോളും പണ്ട് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശ്വാസം നമ്മൾ ആഗ്രഹിക്കണം. പക്ഷേ അവർ എന്ത് ചെയ്താലും തെറ്റാണ്, കാരണം നമ്മൾ പ്രതിപക്ഷമാണെന്ന് കാര്യമില്ല. അതുപോലെ തന്നെ അവരും നാളെ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങൾ ഇനി ഉപേക്ഷിക്കാൻ പാടില്ല. അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എൻ്റെ ആർട്ടിക്കിളിൽ. അതാണ് ഈ ലേഖനത്തിന്റെ അർത്ഥം.